നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വീട്ടിലെ വോട്ടിംഗ് പൂർത്തിയായി. കണ്ണൂർ ജില്ലയിൽ 97% പേർ വോട്ട് ചെയ്തു. CS സുധാകരനെതിരെ സ്ത്രീവിരുദ്ധ ജാതീയത അധിക്ഷേപവുമായി G സുധാകരൻ. തോറ്റാൽ സതീശൻ വനവാസത്തിന് പോകണം, വാക്ക് പാലിക്കണ്ടേ എന്ന് സുധാകരൻ. ഹരിയാന സീറ്റ് കോഴ, കൊടിക്കുന്നിലിന്റെ ചാറ്റ് പുറത്ത്. വേണുഗോപാൽ മറുപടി തന്നില്ലെങ്കിൽ വലിയ വെളിപ്പെടുത്തലുണ്ടാകും. വൈറലായി വോട്ട് പാട്ട്, ജെൻസി വൈബിൽ ഉദ്യോഗസ്ഥർ. കേന്ദ്രമന്ത്രി പേര് പറഞ്ഞില്ല. BJP കൺവെൻഷനിൽ നിന്നും R ശ്രീലേഖ ഇറങ്ങിപ്പോയി. 2020 തിരിച്ചടി, പൂതൃക്ക പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു. വാട്ട് യു മീൻ? വയനാട് ഫണ്ട് തട്ടിപ്പ് ചോദ്യത്തോട് പൊട്ടിത്തെറിച്ച് സണ്ണി ജോസഫ്. കോൺഗ്രസ് ചതിച്ചു, പ്രിയങ്ക ബത്തേരിയിലെത്തുമ്പോൾ ഉപവസിക്കുമെന്ന് NM വിജയന്റെ കുടുംബം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വീട്ടിലെ വോട്ടിംഗ് പൂർത്തിയായി. കണ്ണൂർ ജില്ലയിൽ 97% പേർ വോട്ട് ചെയ്തു. ആകെ അംഗീകരിച്ച 19,276 അപേക്ഷകളിൽ 18,756 പേരാണ് വോട്ട് ചെയ്തത്. ഇതിൽ 13,681 പേർ 85-ന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിലും 5,075 പേർ ഭിന്നശേഷി വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണ്. വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെട്ട വോട്ടറുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ സംഘം വോട്ടർ സ്ഥലത്തില്ലാത്ത അവസരത്തിൽ രണ്ടാമതും എത്തിയാണ് വോട്ടിംഗ് പ്രക്രിയ പൂർത്തീകരിച്ചത്. അഴീക്കോട്, കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ മണ്ഡലങ്ങളിൽ 98% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കുറവ് രേഖപ്പെടുത്തിയത് കൂത്തുപറമ്പിലാണ് 96%. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ, കണ്ണൂർ, തലശ്ശേരി, പേരാവൂർ എന്നിവിടങ്ങളിൽ 97% പേരാണ് ഹോം വോട്ടിംഗ് പങ്കെടുത്തത്. തോറ്റാൽ സതീശൻ വനവാസത്തിന് പോകണം, വാക്ക് പാലിക്കട്ടെ എന്ന് സുധാകരൻ. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K സുധാകരൻ MP. വാക്ക് പാലിക്കുന്ന നേതാവാണെങ്കിൽ സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ വനവാസത്തിന് പോകണം. അങ്ങനെ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കോൺഗ്രസിനും UDFനും വലിയ വിവാദമായി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞ നിലപാടിൽ നിന്ന് സതീശൻ തന്നെ മലക്കം പറഞ്ഞു. രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും UDF തോറ്റാൽ അധികാരത്തിന് വേണ്ടി പിടിച്ചു നിൽക്കലെന്നുമാണ് താൻ ഉദ്ദേശിച്ചതെന്നുമായിരുന്നു സതീശൻ കഴിഞ്ഞ ദിവസം തിരുത്തി പറഞ്ഞത്. ഇതോടെയാണ് സുധാകരനോടും സതീശൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നത്. അദ്ദേഹം അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരത്തിൽ വന്നില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകണം. അത് സ്വാഭാവികമാണ്. വാക്ക് പാലിക്കുന്ന നേതാവാണെങ്കിൽ പോകണം. അതിൽ ഞങ്ങൾക്ക് സങ്കടവും പ്രയാസവുമുണ്ട്. ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് സുധാകരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 2020 കനത്ത തിരിച്ചടി. പൂതൃക പഞ്ചായത്ത് ഭരണം 2020 നഷ്ടമായി. കിറ്റക്സ് മുതലാളി സാബു M ജേക്കബുമായുള്ള തർക്കത്തിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ ജോമോൻ രാജിവെച്ചു. നറുക്കെടുപ്പിലൂടെ കിട്ടിയ പഞ്ചായത്ത് ഭരണം ഇതോടെ 2020 നഷ്ടമായി. UDF 7, 2027 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിൽ കക്ഷിനില. പിന്നീടാണ് നറുക്കെടുപ്പ് നടത്തിയത്. സാബുവിന്റെ BJP പാണ്ഡവത്തിന് പിന്നാലെ 2020 പ്രധാന അടിത്തറയായിരുന്നു മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും പ്രവർത്തകരും നേരത്തെ കൂട്ടത്തോടെ പാർട്ടി വിട്ടിരുന്നു. കീഴടങ്ങൽ EDയുടെ പിടിവിട്ട് വീണപ്പോൾ പ്രധാന നേതാക്കൾ പോലും അറിയാതെയുള്ള രഹസ്യ നീക്കത്തിലൂടെയാണ് കിറ്റക്സ് മുതലാളി സാബു M ജേക്കബ് 2020 NDA സഖ്യകക്ഷിയാക്കിയത്. രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും ഏറ്റ തിരിച്ചടികൾക്ക് പുറമെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പിടികൂടി വീണതോടെ BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു സാബു. കമ്പനിയുടെ CSR ഫണ്ടിന്റെ മറവിൽ നടത്തി വന്ന ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ പൊള്ളത്തരവും കണക്കില്ലാതെ പണമൊഴുക്കിയുള്ള പ്രവർത്തനങ്ങളുമാണ് സാബുവിന്റെ EDയുടെ നോട്ടപ്പുള്ളിയാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിലാണ് BJP സാബുവിനെ വരുതിയിലാക്കാൻ കരുക്കൾ നീക്കിയത്. ഇടതു വലതു മുന്നണികളെ നിരന്തരം ആക്ഷേപിച്ചിരുന്ന സാബു BJPയുടെ അപ്രീതി പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിവാദമുയർന്നപ്പോൾ BJPക്ക് നൽകിയ സഹായം സാബു മറച്ചുവെച്ചു.
വ്യവസായവുമായി തെലങ്കാനയിലേക്ക് പോയപ്പോൾ വഴിവിട്ട സഹായങ്ങൾ നേടിയെടുക്കാൻ ചന്ദ്രശേഖര റാവുവിന്റെ BRSന് 25 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയത്. BJPക്ക് ബോണ്ട് നൽകിയെങ്കിലും തുക എത്രയെന്ന പുറത്തു വന്നിട്ടില്ല. പണമൊഴുക്കിന് പടിവീണതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിനുൾ കണ്ടു. CSRന്റെ മറവിലുള്ള തട്ടിപ്പിന്റെ തനിനിറം ബോധ്യപ്പെട്ട കുന്നത്തുനാട്, മടുവന്നൂർ പഞ്ചായത്തുകൾ 2020 കൈവിട്ടു. നറുക്കിലൂടെയാണ് പൂതൃക്ക പഞ്ചായത്ത് അധികാരം കിട്ടിയത്. 4 പഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്ന വ്യക്തമായിരുന്ന പിന്തുണ മുന്നിലേക്ക് ചുരുങ്ങിയതിന് പുറമെ വടവുകോട് ബ്ലോക്കും ഇക്കുറി നഷ്ടമായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയ്ക്കെതിരെ സ്ത്രീവിരുദ്ധവും ജാതീയവുമായ ആക്ഷേപവുമായി അമ്പലപ്പുഴ മണ്ഡലം UDF സ്ഥാനാർത്ഥി G സുധാകരൻ. സുജാത നായന്മാരുടെ വീട്ടിൽ മാത്രമേ പോകൂവെന്നും നായന്മാരാണ് മനസ്സിലാക്കാൻ തലയിൽ മുല്ലപ്പൂവും തുളസിയും ചൂടുമെന്നും സുധാകരൻ ആക്ഷേപിച്ചു. തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു സുധാകരന്റെ അധിക്ഷേപം. അമ്പലപ്പുഴയിൽ എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണ LDF സ്ഥാനാർത്ഥി H സലാമിന് ലഭിക്കുന്നു എന്ന് കണ്ട് വിറളിപ്പൂണ്ടാണ് സുധാകരൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് സുജാത പ്രതികരിച്ചു. സുധാകരൻ LDF സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും താൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. H സലാം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അമ്പലപ്പുഴയിൽ വിജയിക്കും. അതാണ് സുധാകരനെ അസ്വസ്ഥരാക്കുന്നത്. LDF നേതാക്കൾക്കെതിരായ വ്യക്തി അധിക്ഷേപത്തിനുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും സുജാത പറഞ്ഞു. വാട്ട് യു മീൻ? വയനാട് ഫണ്ട് തട്ടിപ്പ് ചോദ്യത്തോട് പൊട്ടിത്തെറിച്ച് സണ്ണി ജോസഫ്. ഉത്തരമില്ലാതോടെ തടിതപ്പി. കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് രൂക്ഷമായി പ്രതികരിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വയനാടിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിന് വല്ലാതെ അലട്ടുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ എന്താ എന്ന് പറഞ്ഞ് സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു. വാട്ട് യു മീൻ എന്നും ഇത് അനാവശ്യമായ ചോദ്യമാണെന്നും ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എന്തെന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുന്ന സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകർക്ക് മറുപടി പറയാനുള്ള സമയം പോലും നൽകിയില്ല. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലായതോടെ എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ മലയാളം അറിയുമോ എന്നല്ലേ ചോദിച്ച് സണ്ണി ജോസഫ് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയായിരുന്നു. 5 കോടിയിലധികം രൂപ കിട്ടി എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, അന്നും അതിനെല്ലാം കൃത്യമായ തെളിവുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിനും സണ്ണി ജോസഫ് മറുപടി നൽകിയില്ല. വയനാട് മുണ്ടക്കായി ചൂരൽമല അതിജീവിതർക്കായി വീട് വെച്ച് നൽകാൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്നായിരുന്നു സണ്ണി ജോസഫ് ആദ്യം വെളിപ്പെടുത്തിയത്. വീട് നിർമ്മിക്കാൻ ഇനിയും പണം ആവശ്യമുണ്ടെന്നും ഇതിനായി പാർട്ടി ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തണമെന്നും സണ്ണി ജോസഫ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞു. വീട് നിർമ്മിക്കാനായി പ്രതിപക്ഷ നേതാവിന്റെ KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലേക്ക് 5.5 കോടി രൂപയാണ് എത്തിയത്. ഇതിനു പുറമെ യൂത്ത് കോൺഗ്രസ് പിരിച്ച 1 കോടി 5 ലക്ഷം രൂപയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൈകളിലെത്തി. ഇതിൽ നിന്നും 9 ലക്ഷം രൂപ ആപ്പ് നിർമ്മിക്കാൻ നൽകി. 2 ലക്ഷം രൂപ വാങ്ങിയതോടെ പണം തീർന്നു. KPCC ഫണ്ടിൽ നിന്നും 97 ലക്ഷം രൂപ കൂടി മുടക്കിയാണ് സ്ഥലം വാങ്ങിയത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾക്ക് ഇനിയും 73 ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ട്. അത് KPCC AICC ഫണ്ടിൽ നിന്നും കണ്ടെത്തുന്നുമെന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത്. IC ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ഉപവസിക്കുമെന്ന് ആത്മഹത്യ ചെയ്ത വയനാട് DCCC ട്രഷറർ NM വിജയന്റെ കുടുംബം. ചൊവ്വാഴ്ചയാണ് പ്രിയങ്ക ബത്തേരിയിലെത്തുന്നത്. കുറ്റക്കാരെ മാറ്റി നിർത്തുമെന്ന വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. കുറ്റക്കാരെ മാറ്റി നിർത്തുമെന്നും കുടുംബത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്നും വീട്ടിൽ വന്നാൽ പ്രിയങ്ക പറഞ്ഞതാണെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. മരണത്തിന് IC ബാലകൃഷ്ണനെ വീണ്ടും മത്സരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, അയാൾക്ക് വേണ്ടി പ്രിയങ്ക വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നത് അച്ഛനോടുള്ള നീതി നിഷേധമാണ്. IC ബാലകൃഷ്ണനാണ് മരണത്തിന് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അച്ഛൻ വ്യക്തമായി എഴുതിയിരുന്നു. അതൊക്കെ തെറ്റാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. 2024 ഡിസംബർ 25-നാണ് DCCC ട്രഷററായിരുന്ന NM വിജയനെയും മകൻ ജിജീഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 27-ന് ഇരുവരും മരിച്ചു. IC ബാലകൃഷ്ണൻ MLA-യും വയനാട് DCCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചനുമാണ് മരണത്തിന് ഉത്തരവാദികൾ എന്നാണ് വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത്.
ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ 1ഉം 2ഉം പ്രതികളായ ബാലകൃഷ്ണനും അപ്പച്ചനും ജാമ്യത്തിലാണ്. ഹരിയാന സീറ്റ് കോഴ കൊടിക്കുന്നിലിൻ്റെ ചാറ്റ് പുറത്ത് വേണുഗോപാൽ മറുപടി തന്നില്ലെങ്കിൽ വലിയ വെളിപ്പെടുത്തലുണ്ടാകും. ഹരിയാന സീറ്റ് കോഴയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ ഗൗരവ് കുമാർ. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിരുന്ന ഭാര്യ സുചിത്ര ദേവിക്ക് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ നടത്തിയ ആ തട്ടിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഗൗരവ് കുമാർ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. KC വേണുഗോപാലിൻ്റെ PA അനസ് അലി, കൊടിക്കുന്നിൽ സുരേഷ് MP, പ്രിയങ്ക ഗാന്ധിയുടെ PA ഷതാബ് അഹമ്മദ് ഖാൻ എന്നിവർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പണം കൈപ്പറ്റുന്നതിന് മുൻപായി താനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഗൗരവ് കുമാർ പുറത്തുവിട്ടു. കൊടിക്കുന്നിൽ സുരേഷുമായുള്ള ചാറ്റ് ഭാര്യയ്ക്ക് ഭവാന സീറ്റ് വാഗ്ദാനം ചെയ്ത് 4 കോടിയിലേറെ രൂപയും പിന്നീട് സീറ്റ് ലഭിക്കാതായപ്പോൾ മറ്റു പല പദവികളും നൽകാമെന്ന് പറഞ്ഞ് 3 കോടിയിലേറെ രൂപയും കോൺഗ്രസ് നേതാക്കൾ കൈക്കലാക്കി. 7 കോടിയിലേറെ രൂപയാണ് നഷ്ടമായത്. ബാങ്ക് അക്കൗണ്ട് വഴി PA ആയ അനസ് അലി മുഖേനയാണ് KC വേണുഗോപാലിന് പണം നൽകിയത്. 75 ലക്ഷം രൂപ വേണുഗോപാലിന് കൊടുത്തു. ഇതിൽ ഒരു പൈസയും തിരിച്ചു തന്നിട്ടില്ല. വേണുഗോപാൽ ഡൽഹിയിലെ വസതിയിൽ വെച്ച് നേരിട്ട് പണം കൈപ്പറ്റിയത്. സീറ്റ് ലഭിക്കാതായപ്പോൾ ഭാര്യയ്ക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ സെക്രട്ടറി പദവികളും വേണുഗോപാൽ വാഗ്ദാനം ചെയ്തു. തന്നെ അറിയില്ലെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ഇപ്പോൾ വേണുഗോപാലിന് എങ്ങനെയാണ് പറയാനാകുകയെന്ന് ഗൗരവ് കുമാർ ചോദിച്ചു. 1.5 കോടി രൂപയാണ് കൊടിക്കുന്നിൽ സുരേഷ് നൽകിയത്. ഇതിൽ 15 ലക്ഷം രൂപ തിരികെ ലഭിച്ചു. കയ്യിലാണ് പണം നൽകിയത്. പണം കൊടുത്തിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ പറയുന്നത് എങ്ങനെയാണ്? 10 ലക്ഷം രൂപ KC വേണുഗോപാലിൻ്റെ PA അനസ് തിരികെ നൽകി. 12 ലക്ഷം രൂപ ഇനിയും അനസ് നൽകാനുണ്ട്. ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അനസിന് പണം നൽകി. എല്ലാ കാര്യങ്ങളും പ്രിയങ്ക ഗാന്ധിക്കും അറിയാം. പരാതി നൽകാൻ പോകുന്നു എന്നറിഞ്ഞ് പ്രിയങ്കയുടെ PA ഷതാബ് അഹമ്മദ് ഖാൻ ഇന്ത്യ വിട്ടു. ഷതാബുമായുള്ള വാട്സപ്പ് ചാറ്റും ഗൗരവ് പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധിക്ക് പലതവണ പരാതി അയച്ചിട്ടുണ്ട്. പണം തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് വേണുഗോപാലും പ്രിയങ്കയും മറുപടി നൽകിയില്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഗൗരവ് കുമാർ പറഞ്ഞു. വൈറലായി വോട്ടുപാട്ട്, ജൻസി വൈബിൽ ഉദ്യോഗസ്ഥർ. പ്രസംഗങ്ങൾക്ക് പകരം റാപ്പിൻ്റെയും ഡാൻസിൻ്റെയും അകമ്പടിയോടെ വോട്ട് സന്ദേശം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വിരട്ട വഴി സ്വീകരിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്ന യു കേൽക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ്പ് പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ ജൻസി വോട്ട് പാട്ടൊപ്പമാണ് ഉദ്യോഗസ്ഥർ ചുവടുവെച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി, അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ശിവശക്തിവേൽ, തെരഞ്ഞെടുപ്പ് വിഭാഗം അണ്ടർ സെക്രട്ടറി സരിൻ NS, BLO സത്യഭാമ, അനഘ സജ്കുമാർ, മനസ RV, ദേവിക അനിൽ, ദീപ L, അനിഷ MS, അഭിജിത്ത് അശ്വിൻ എന്നിവരാണ് നൃത്ത സംഘത്തിലുണ്ട്. ഡാൻസ് വീഡിയോയ്ക്ക് ഇതിനകം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. പുതിയ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ഏജൻസി തന്ത്രം ഫലം കാണുമെന്ന് പ്രതീക്ഷയാണ് അധികൃതർ. കേന്ദ്രമന്ത്രി പേര് പറഞ്ഞില്ല. BJP കൺവെൻഷനിൽ നിന്ന് R ശ്രീലേഖ ഇറങ്ങിപ്പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും BJPയിലെ കലഹം പരസ്യമായി തുടരുന്നു. വട്ടിയൂർക്കാവിലെ BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ സ്ഥാനാർത്ഥി R ശ്രീലേഖ ഇറങ്ങി പോയതോടെ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. കേന്ദ്രമന്ത്രി S ജയശങ്കർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് ശ്രീലേഖ ചടങ്ങ് ബഹിഷ്കരിച്ചത്. ആ ശ്രീലേഖയ്ക്ക് വേണ്ടി നടത്തിയ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത S ജയശങ്കർ പ്രസംഗിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ശ്രീലേഖയുടെയോ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെയോ പേര് പരാമർശിച്ചില്ല. ഇതോടെയാണ് ശ്രീലേഖ വേദി വിട്ടത്. പുറത്തെത്തിയ ശ്രീലേഖയെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഏറെ നേരം സംസാരിച്ച് അനുനയിപ്പിച്ചാണ് തിരികെ വേദിയിൽ എത്തിച്ചത്. സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ശ്രീലേഖ സമാനമായ രീതിയിൽ വിട്ടുനിന്നിരുന്നു. വേദിയിൽ BJP നേതാക്കളെല്ലാം
മോദിയുമായി സംസാരിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കാതെ ശ്രീലേഖ മാറി നിൽക്കുന്നതും ശേഷം ഇറങ്ങിപ്പോകുന്നതും വലിയ ചർച്ചയായിരുന്നു. BJP നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ശ്രീലങ്ക പലകുറി മുൻപ് രംഗത്ത് വന്നിരുന്നു. മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മാത്രമാണ് മത്സരിച്ചതെന്നും ശേഷം BJP തന്നെ തടഞ്ഞതാണെന്നും പറഞ്ഞ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൗൺസിലറായി നിൽക്കാനല്ല, മേയർ ആകുമെന്ന വാഗ്ദാനത്തിൻ്റെ പുറത്താണ് ആദ്യം മത്സരിക്കാൻ വിസമ്മതിച്ചതാണെന്നും അവർ മുൻപ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.